ഇന്നത്തെ വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള അഡീഷൻ സബ്സ്ട്രാക്ഷൻ പോലെയുള്ള കാൽക്കുലേഷൻസ് എങ്ങനെയാണ് എക്സലിൽ നടത്തുക എന്നുള്ളത് നോക്കാം. എക്സലിന്റെ വർക്ക്ഷീറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, മുന്നത്തെ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെനു ബാർ എന്താണ്, റിബൺ എന്താണ്, ഫോർമുല ബാർ എന്താണ്, സെൽ എന്താണ്, കോളം എന്താണ്, സെൽ അഡ്രസ് എന്താണ്, അതിന്റെ റോ എന്താണ്, അങ്ങനെയുള്ള ഓരോ ഷീറ്റുകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനിപ്പോ നോർമലി സാധാരണ നമ്മൾ ചെയ്യാറുള്ള നോർമൽ അഡീഷൻ സബ്ട്രാക്ഷൻ പോലെയുള്ള കാൽക്കുലേഷൻസ് എങ്ങനെയാണ് എക്സലിൽ ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ബേസിക് വീഡിയോയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ നമ്പർ 1, ഇത് നമ്പർ 2, ഇതിന്റെ ടോട്ടൽ എനിക്ക് ഇവിടെയാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു നമ്പർ എൻട്രി ചെയ്യാണ്. 10 എന്നുള്ള നമ്പർ എൻട്രി ചെയ്തു. ഇവിടെ 50 എന്നുള്ള നമ്പർ എൻട്രി ചെയ്തു. അപ്പൊ അതിന്റെ ടോട്ടൽ എനിക്ക് ഈ ഭാഗത്ത് കിട്ടണം. ഈ സെല്ലിലാണ് എനിക്ക് അതിന്റെ ടോട്ടൽ കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഫോർമുല ബാറിൽ വരാം, ഈക്വൽ സൈൻ നമ്പർ 1 കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിന്റെ അഡ്രസ് നമ്മളോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമുല ബാറിൽ വന്നിട്ടുണ്ടാവും. അത് പ്ലസ് അടുത്ത നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിന്റെ അഡ്രസ്, അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും വന്നിട്ടുണ്ടാവും. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിന്റെ ടോട്ടൽ ഇവിടെ കിട്ടും. ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല ബാറിൽ ഈ സെല്ലിൽ എന്ത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ പറ്റും. സെല്ലിന്റെ കണ്ടന്റ് ആയിട്ട് നമുക്ക് ആ ഫോർമുലയുടെ വാല്യൂ എന്താണോ റിട്ടേൺ ചെയ്തിരിക്കുന്നത് ആ വാല്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സെയിം തന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ ഇത് രണ്ടും മൈനസ് ചെയ്ത എമൗണ്ട് ഇവിടെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈക്വൽ സൈൻ ഫസ്റ്റ് നമ്പർ മൈനസ് സെക്കൻഡ് നമ്പർ. ഓക്കെ, ഈ രീതിയിൽ. ഇപ്പൊ ഞാൻ 10 മൈനസ് 50 ആണ് ചെയ്തത്, അതുകൊണ്ടിട്ട് എനിക്ക് -40 കിട്ടി. അതുപോലെ സെയിം തന്നെയാണ് ഇത് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് സെയിം തന്നെ. നമുക്ക് ഏത് സെല്ലിലാണോ വാല്യൂ വേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഫോർമുല ബാർ ചെല്ലുക, ഈക്വൽ സൈൻ സെൽ നമ്പർ 1 കണ്ടന്റ്, സെൽ നമ്പർ 1 അഡ്രസ് ഇൻറ്റു സെൽ നമ്പർ 2 അഡ്രസ് എൻട്രസ്. ഓക്കെ, നമുക്ക് അതിന്റെ വാല്യൂ കിട്ടി. ഇനി ഡിവിഷൻ ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെ. ഇവിടെയാണ് എനിക്ക് ഡിവിഷൻ വേണ്ടത്. ഈക്വൽ സൈൻ സെൽ നമ്പർ 1 അഡ്രസ് അഗൈൻ സെൽ നമ്പർ 2 അഡ്രസ് എൻ്റർ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ റിസൾട്ടുകൾ വന്നിരിക്കുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓരോ സെല്ലിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്തേക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർമുല ബാറിൽ നോക്കിയാൽ മതി, കാണാൻ പറ്റും. ഇനി എനിക്കിപ്പോൾ ഒരുപാട് നമ്പേഴ്സ് ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് നമ്പർ എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും സം എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈക്വൽ സൈൻ ഇടുക, എന്നിട്ട് സമ്മിനുള്ള ഫോർമുലയാണ് സം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്പർ 1 എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് എനിക്ക് ഈ സീരീസ് കംപ്ലീറ്റ് ആയിട്ടാണ് വേണ്ടത്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ അടിക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ ഈ
ഇത്രയും സെല്ലിലെ കണ്ടന്റ് ഒരുമിച്ച് അഡീഷൻ ആയത് കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ പ്ലസ് സിമ്പിളുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് സം എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് എക്സലിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയിലെ ഉള്ളിൽ നമ്മൾ എത്ര സെല്ലുകൾക്കുള്ളിലുള്ള കണ്ടന്റുകളാണ് അഡീഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഫോർമുല. ഇത് തന്നെ നമുക്ക്, ഞാനിത് തന്നെ കോപ്പി ചെയ്യാണ് ഇവിടെ. ഇത് തന്നെ നമുക്ക് ഷോർട്ട് കട്ട് വഴി ചെയ്യാൻ പറ്റും. ഓൾട്ട് ഈക്വൽ സൈൻ, ഓൾട്ട് പ്ലസ് ഈക്വൽ സൈൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തൊട്ടു മേലെയുള്ള കംപ്ലീറ്റ് കണ്ടന്റിന്റെ ഒരു ഫോർമുല ജസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റർ ആയിട്ട് സെലക്ട് ആയി നിൽക്കും. നമുക്ക് ഇതിൽ ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് മാനുവലായിട്ട് സം ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് തന്നെ അല്ല ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഒരു സിംഗിൾ ഷോർട്ട് കട്ട് കീ ഉണ്ട്, ഓൾട്ട് പ്ലസ് ഈക്വൽ സിമ്പിൾ. ഇത് രണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് ഈ സെല്ലിലേക്ക്, നമ്മൾ ഏത് സെല്ലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ സെല്ലിലേക്ക് റിട്ടേൺ ആവും. ഇപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ ഓട്ടോസം ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് ഓൾട്ട് ഈക്വൽ സൈൻ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഓട്ടോസം കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ റോയിലെ, അതായത് 9 എന്ന് പറയുന്ന റോയിലെ G9 H9 ഈ പറയുന്ന റോയിലെ ഇത്തരം കണ്ടന്റുകളുടെ ഓട്ടോസം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഈക്വൽ സൈൻ പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതേ കാര്യം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതിന്റെ ഓരോ കോളത്തിന്റെയും ടോട്ടൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല കണ്ടെയ്ൻ ചെയ്യുന്ന ഈ സെല്ലിനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ടേബിളിലെ അല്ലെങ്കിൽ ആ കോളത്തിലെ കംപ്ലീറ്റ് വാല്യൂസിന്റെയും ടോട്ടൽ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഈ റോയിന്റെയും ഇതുപോലെ തന്നെ ചെയ്യാം. ഇത് നമ്മൾ ഓൾറെഡി ഒരു സമ്മ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമ്മ് നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്യാം ഈ കോളത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിന്റെ സബ് ടോട്ടൽ വേണമെന്നുണ്ടെങ്കിൽ ഓൾട്ട് ഈക്വൽ സിമ്പിൾ അടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സബ് ടോട്ടൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. ഓക്കെ, ബേസിക് കാൽക്കുലേഷൻസ്, ഓട്ടോസം ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ സെല്ലില് ഫോർമുല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോ ഫില്ലായിട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.